ഒരുപാട് മാസങ്ങൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഐ എം ഷുവർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് പ്രോഗ്രാമിന് ശേഷം പ്രോഗ്രാം ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് നിർത്തിയതാണ്. പക്ഷെ ഞാനതിൽ പറയുന്നുണ്ട് ഹൽദി പ്രിപ്പറേഷന് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയാണെന്ന്. സോ ഐ ഹാവ് റെക്കോർഡഡ് എവറിത്തിങ്. അതായത് വെഡ്ഡിങ് പ്രിപ്പറേഷൻ തൊട്ട് ഹൽദി പ്രിപ്പറേഷൻ തൊട്ട് വെഡ്ഡിങ് പ്രിപ്പറേഷൻസ്, വെഡ്ഡിങ് എവറിത്തിങ് എൻ്റെ കയ്യിലുണ്ട്. സോ ഞാൻ അത് പോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ പിന്നെയാണ് തോന്നിയത് എൻ്റെ കയ്യിൽ ഒരു 2-3 വീഡിയോ ബാക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ട്രിപ്പ് പോയിരുന്നു, ആ വീഡിയോ ഉണ്ട്. അതുപോലെ വിജയദശമിയുടെ വീഡിയോ. അപ്പോൾ ഇത് രണ്ടും പോസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കൊരു ഓർഡറിൽ തന്നെ വെഡ്ഡിങ് പ്രിപ്പറേഷൻ തൊട്ടിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിരിക്കുകയാണ്. സോ ആഫ്റ്റർ ദ ട്രാവലിംഗ് ആൻഡ് വിദ്യാരംഭം വ്ളോഗ്സ് വെഡ്ഡിങ് വ്ളോഗ്സ് വരുന്നതായിരിക്കും കേട്ടോ. സോ എല്ലാവരും എക്സൈറ്റഡ് ആണോ വെഡ്ഡിങ് വ്ളോഗ്സിന് വേണ്ടിയിട്ട്? എക്സൈറ്റഡ് ആണെങ്കിൽ ഐ ബി അപ്ലോഡിങ് സൂൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇൻ ദ സെൻസ് ആഫ്റ്റർ വെഡ്ഡിങ് ആക്ച്വലി ഞാനും ഹസ്ബൻഡും പിന്നെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറയണോ, ഫാമിലി ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് കൂടിപ്പോവും. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആൻഡ് സ്റ്റുഡൻറ്റിൻ്റെ അമ്മ അച്ഛൻ ആണ്. പക്ഷെ എൻ്റെ സ്വന്തം ചേച്ചി ഏട്ടൻ എങ്ങനെയാണോ അതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. അവരാണ്, അല്ലെങ്കിൽ ചേച്ചി ഏട്ടനാണ് അവർ. സോ ബിഫോർ കല്യാണത്തിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇൻ കണക്ഷൻ ആയിട്ടൊരു 4 or 5 years ആയിട്ടുണ്ട്. ഒരു 5 years ആയിട്ടുണ്ട്. സോ ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഡാൻസ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കണേ, മോളെ ഡാൻസ് പഠിപ്പിക്കുമോ എന്ന് ചോദിക്കണേ. അപ്പം ഞാനൊരു സ്റ്റാർട്ടിങ് ട്രബിളിലായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെയൊക്കെയോ സിറ്റുവേഷൻസ് വന്ന് അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഡാൻസ് ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഫസ്റ്റ് തുടങ്ങിയ ഡാൻസ് ക്ലാസ്സസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് തുടങ്ങിയ ബന്ധമാണ് സ്റ്റിൽ ഇന്ന് വരെ എൻ്റെ സ്വന്തം ചേച്ചി, എൻ്റെ സ്വന്തം ഏട്ടൻ എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പോൾ അവർ മസ്കറ്റിലാണ്. സോ അവർ നാട്ടിൽ വരുമ്പോൾ എന്തായാലും അവർക്ക് വെഡ്ഡിങ്ങിന് വരാൻ പറ്റിയിരുന്നില്ല, മാർച്ചിൽ ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, വെഡ്ഡിങ്ങിന് വന്നില്ലെങ്കിലും നമുക്ക് അത് കഴിഞ്ഞ് വെക്കേഷന് വരുമ്പോൾ നമുക്ക് ട്രിപ്പ് പോകാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജൂണിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ജൂൺ 25 പ്രോഗ്രാം. അതായത് ഏട്ടൻ്റെ പേര് അരുൺ എന്നാണ്, ചേച്ചി രമ്യ ആൻഡ് മോള് കുഞ്ഞു, വൈഗ. ഓക്കെ, കുഞ്ഞു എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ട്രിപ്പ് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, അടുത്താണ്, മൂന്നാർക്കാണ് പോകുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പോയി വരാം ഒന്ന് ചില്ല് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടി എങ്ങോട്ടെങ്കിലും പോകണം, കുറച്ചുകൂടി ദൂരത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളത്. പക്ഷേ സമയം അനുവദിച്ചില്ല എന്നുള്ളൊരു റീസൺ കൊണ്ട് ഞങ്ങൾ ആ പ്ലാൻ ബാക്കപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ, ചേച്ചി, കുഞ്ഞു, ഞാൻ, ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ 5 പേരും കൂടി മൂന്നാറിലേക്ക് പോകുന്ന ഒരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മളിവിടുന്ന് പോകുന്നത് ജൂലൈ 6 സാറ്റർഡേ. അപ്പോൾ സാറ്റർഡേ ഒരു ഉച്ചയോട് കൂടിയാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയത്. ആൻഡ് വി ഹാവ് റീച്ച്ഡ് ദർ ബൈ 5 o'clock or 6 o'clock എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ എത്തിയത് ആക്ച്വലി ബ്ലൂ ബെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോർട്ടിലേക്കാണ് നേരെ പോയത്. അന്ന് നമ്മൾ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് സൺഡേ കഴിഞ്ഞ് മൺഡേ നമ്മൾ മാമല്ലക്കണ്ടം അങ്ങനെ ആ വഴിയാണ് പോയത്. അതായത് സൺഡേ ഈവനിങ് തന്നെ നമ്മൾ മൂന്നാറിൽ നിന്ന് തിരിച്ചിറങ്ങി. ആക്ച്വലി അത് പല റീസൺസ് കൊണ്ടാണ്, അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് വട്ടവട പ്ലാനൊക്കെ ആയിരുന്നു, വട്ടവട പോകണം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ബുക്ക് ചെയ്ത റിസോർട്ട് വട്ടവടയിലും ഉണ്ട് സെയിം റിസോർട്ട്. മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്ഥലമുണ്ട്, സ്ഥലത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഞാൻ എന്താ പറയുക, വോയിസ് ഓവറിൽ ആഡ് ഓൺ ചെയ്യാം. അവിടെയും ഉണ്ട് സെയിം റിസോർട്ട്, മിഡ് നൈറ്റ് ക്യാമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് മൂന്നാറിൽ നിന്ന് താഴെ ഇറങ്ങി വരുന്ന സമയത്താണ്, സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമ്മൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു കേട്ടോ, അയ്യോ വട്ടവട പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതൊക്കെ. പക്ഷേ അന്ന് നമ്മൾ റിസോർട്ടിൽ ചെന്ന് കയറിയപ്പം ഇറ്റ്സ് നോട്ട് എ റിസോർട്ട് ആക്ച്വലി, ഇറ്റ്സ് എ ഹോം സ്റ്റേ. ഒരു ഹോം സ്റ്റേ ആണ്, നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അവിടെ നമുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് മാത്രമായി ഒരു പൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അടിപൊളിയായി എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, വട്ടവട പോയില്ലെങ്കിൽ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വട്ടവടയ്ക്ക് പോകാൻ, അവിടെ കാണാനുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നെക്സ്റ്റ് ടൈം വട്ടവട പോവാം. പക്ഷെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം വെറുതെ വരുന്ന വഴി നമുക്ക് മാമലക്കണ്ടം ഒന്ന് പോവാം, ആ സ്കൂളിൻ്റെ അവിടെ വാട്ടർഫോൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അവിടെ നിന്ന് ഞങ്ങളൊരു ജീപ്പ്, അതായത് ഒരു ഓഫ് റോഡ് എടുത്തു. ദാറ്റ് വാസ് എന്താ പറയുക,
ഞാനൊക്കെ ഭയങ്കര അഡ്വഞ്ചർ, വെള്ളം, അതുപോലെ പിന്നെന്താ എനിക്ക് പേടിയുള്ളത് കൃഷ്ണ, വെള്ളം, ഹൈറ്റ്, മറ്റേ നമ്മുടെ റൈഡൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, ബട്ട് എനിക്ക് പേടിയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനൊരു അഡ്വഞ്ചർ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അപ്പോൾ അതുകൂടി ആയിരിക്കും സെക്കൻഡ് ഡേ വ്ളോഗിൽ. അപ്പോൾ അത് നമ്മൾ പോയത് മൺഡേ ആണ്. സാറ്റർഡേ നൈറ്റ് നമ്മൾ മൂന്നാറെത്തി. അവിടുന്ന് സൺഡേ ഫുൾ മൂന്നാർ എക്സ്പ്ലോർ ചെയ്തു. ദെൻ മൺഡേ മാമലക്കണ്ടം, അങ്ങനെ നമ്മൾ ഓഫ് റോഡൊക്കെ പോയാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ ഇനി വെയിറ്റ് ചെയ്യണ്ടല്ലോ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ ഓഫ് മൂന്നാർ കണ്ടിട്ട് വരും കേട്ടോ. ഇപ്പം നമ്മൾ ക്ലോസ് ടു നെടുമ്പാശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ നെടുമ്പാശ്ശേരി അടുത്ത് തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചു. സോ ലഞ്ച് കഴിക്കുന്ന വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതിനുശേഷം അഗെയിൻ നമ്മൾ നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാണ്. പോണ വഴിക്ക് കളിച്ചും ചിരിച്ചും ഡാൻസ് കളിച്ചും പിന്നെ ക്ഷീണിച്ച് ഉറങ്ങിയിട്ടും അങ്ങനെയൊക്കെയാണ് പോണത്. എസ്പെഷ്യലി പിന്നെ ട്രോൾസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാൻ ഞങ്ങൾ ആരും മോശക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെ നേര്യമംഗലം ബ്രിഡ്ജൊക്കെ കടന്ന് നമ്മൾ പോയി. പിന്നെ അതുപോലെ അവിടെ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു കേട്ടോ. അവിടെ ഇറങ്ങി വാട്ടർഫാൾസൊക്കെ ജസ്റ്റ് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അഗെയിൻ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. അവിടുന്ന് കുറച്ച് അടുത്ത് തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ നിർത്തി കേട്ടോ, ലഞ്ചിൻ്റെ ഒക്കെ ക്ഷീണം മാറ്റാനായിട്ട്. കുഞ്ഞിന് ചായയോ? ചായ കാണിക്കും എല്ലാവരും. ചേട്ടന് ചായയോ? മാത്രം. സൂപ്പർ ഗുഡ്. മൂലക്കട സ്ഥലം നമ്മൾ ആക്ച്വലി കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടോ. നമ്മൾ ഇന്ന് നേരെ പോണത് നമ്മുടെ റിസോർട്ടിലോട്ടാണ്. ദി ബ്ലൂബെൽസ് റിസോർട്ട് എന്നാണ് പേര്. ഈ റിസോർട്ട് ഉള്ളത് പള്ളിവാസൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്നു. സോ നമ്മൾ തിരിച്ചു പോവുകയാണ് ലൊക്കേഷനിലോട്ട്. ആൻഡ് അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്തത് ഗൈസ്, നമ്മുടെ റിസോർട്ടിലേക്ക്, നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് എത്താനായിട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ്. കാരണം അവർ ഓൾറെഡി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് വേണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കൂടെ ഡ്രൈവ് ചെയ്യാൻ നന്നായി അറിയുന്നവരുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അവർ ഡ്രൈവേഴ്സിനെ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് അവർ നമ്മളെ പിക്ക് ചെയ്യും അവരുടെ ജീപ്പിൽ, എന്നിട്ട് നമ്മുടെ കാറ് അവരിൽ ആരെങ്കിലും വന്നിട്ട് താഴെ എത്തിക്കും. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എനിവേസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്, പിന്നെ മിസ്റ്റർ ഹസ്ബൻഡ് ഇസ് എ പ്രോ ഡ്രൈവർ. അപ്പോൾ പിന്നെ നമ്മൾ പേടിക്കാതെ കണ്ണക്കടച്ച് പേടിയില്ലാണ്ട് ഞങ്ങൾ ധൈര്യത്തിലിരുന്നു. ചെവി അടഞ്ഞു എല്ലാം. കുഞ്ഞാ, ഹൗ വാസ് ദാറ്റ് ഇറക്കം? എനിക്കൊന്നും തോന്നിയില്ല ചേച്ചി. ഇറക്കം പറയൂ, ഹൗ വാസ് ദി ഇറക്കം? ഇറക്കം ഇറങ്ങാൻ കൊള്ളാം. ഇത് എങ്ങനെ ചേട്ടത്തിനാ സീറ്റ് ബെൽറ്റ് മുറുക്ക പിടിച്ചേ. ശബ്ദം നോക്കൂ ക്രിക്കറ്റിന്റെ. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ റൂംസ് എന്ന് പറയുന്നത് കോട്ടേജസ് ആണ് കേട്ടോ. അതായത് ഒരു കോട്ടേജിൽ മുകളിൽ 2 റൂം, താഴെ 2 റൂം, അങ്ങനെയാണ്. സോ ഇറ്റ് വാസ് നൈസ് ട്ടോ. നല്ല ആംബിയൻസ് ആണ്. പുറത്തുനിന്നും അകത്തും നല്ല ആംബിയൻസ് ആണ്. ഇനി നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഞങ്ങളുടെ സംഭവബഹുലമായ റൂം ടൂറൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ റിസോർട്ടിലെ റൂംസ് കാണാൻ പോവാണ്.
അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറയാനുള്ളതാണ് നമ്മുടെ അഞ്ജന ചേച്ചി. അപ്പം നമുക്ക് പോവാം. ഇതാണ് ഫ്രണ്ട് മെയിൻ ഡോർ കേട്ടോ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം. കുഞ്ഞെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. കേറി വരുമ്പോ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വാഷ്റൂം. വാഷ്റൂം ഒരു കൂൾ നല്ല വാഷ്റൂമാണ് കേട്ടോ, നല്ല ക്ലീൻ. അവിടെ മുകളിൽ കണ്ടാൽ കാണുന്നു, നല്ല വാഷ്റൂമാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? അത് കഴിഞ്ഞാൽ നേരെ ഇതെന്താണ്? അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ടേബിൾ. പിന്നെ ക്ലോസ് ദ ഡോർ. പിന്നെ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. എല്ലാവരും കാണട്ടെ. ഇതിവിടെ പില്ലോസും അതൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്. വാവ്, ലക്ഷറിയസ്. ഇതാണ് നമ്മുടെ ഫോൺ. പിന്നെ ഗുഡ് നൈറ്റ്. ഇതാണ് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ. ഇത് ചേച്ചിയുടെ റൂമാട്ടോ. എന്റെ റൂമിൽ ഗോൾഡൻ ഗുഡ് നൈറ്റ് ആണ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഗുഡ് നൈറ്റ് അവിടെ കാണിച്ചു. ഗുഡ് നൈറ്റ് ഗോൾഡൻ ഗുഡ് നൈറ്റ് ആണ്, നോട്ട് ദ പോയിന്റ്. അല്ല, ഇത് ചേച്ചിയുടെ റൂമിലാണ്. അപ്പൊ അത് റെഡ് ഗുഡ് നൈറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ചായ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് ചായക്കുള്ള ചായപ്പൊടിയും പാൽപ്പൊടിയും ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്. ഒരു സോഫ സെറ്റി, എക്സ്ട്രാ ബെഡ്. വിത്ത് ആൻ എക്സ്ട്രാ ബെഡ്. ഇതുപോലത്തെ ചറങ്ങ് പുറങ്ങുകൾ ഉണ്ടായിട്ടുള്ളവർക്ക് ഓ ഉപയോഗപ്രദമാണ്. ശരി ശരി ശരി. പിന്നെ അതൊരു ടിവി, കുഞ്ഞു ടിവി. ഇവിടെ അതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോണില്ല. പക്ഷെ എന്നാലും ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്തേ. ചേച്ചിയുടെ സ്ലീവ് മൊത്തം കാണാം. ഇതപ്പടിയാ ഇലക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് നമ്മുടെ വിൻഡോയിൽ നിന്നുള്ള വ്യൂസ്. കുറേ ക്രിക്കറ്റ്സ് ഉണ്ട്, സൗണ്ട് ഉണ്ട് കേട്ടോ. ഇനി ക്യാരി ഓൺ മാഡം. റൂമിന്റെ ഇതുണ്ടാവോ? ഇനി എന്താ പറയാനുള്ളത്? ഇനി നമുക്ക് ബാൽക്കണി. ഓ യെസ്, ബാൽക്കണി. ബാൽക്കണി ഇസ് ദ മെയിൻ തിങ്. ഹായ്. സോ അങ്ങനെ വിൻഡോ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോ here is our interesting balcony. Welcome. ഇൻട്രസ്റ്റിംഗ്. ബ്യൂട്ടിഫുൾ. കുറെ മലകൾ കാണാം, കുറെ എന്തോ കൃഷികൾ കാണാം. കുറെ ബ്യൂട്ടിഫുൾ സാധനങ്ങൾ കാണാം. ഇതിപ്പോ വീഡിയോയില് കാണുമ്പോ ഇതിപ്പോ ഒരു 3 മണി പോലെ ഉണ്ട്, പക്ഷെ ശരിക്കും ഇരുട്ടാണ്. ഞാൻ ഇപ്പോഴത്തെ കറക്റ്റ് ഇതിൽ ഫ്ലാഷ് ഉണ്ട്, കറക്റ്റ് ഒരു ഫീൽ അയക്കാം. താഴെ ഒരു എന്തോ ബാർബിക്യൂടെ സംഭവം പോലെ ഉണ്ട്. ബാർബിക്യൂടെ ഗ്രില്ല്. ഇവിടെ ഗ്രില്ലിംഗ് ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മള് ഗ്രില്ല് ചെയ്യാൻ നമ്മൾ നാളെയാണ് ഗ്രില്ല് ചെയ്യുന്നത്. യെസ്. സോ ദാറ്റ്സ് ഇറ്റ്. അവിടെ ഒരു മല ഉണ്ട്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റൂം. ഇനി എന്തെങ്കിലും മലയുണ്ട് കേട്ടോ. അതാ മല. പിന്നെ അവിടെ പഴനി പോലത്തെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. പഴനി പോലത്തെ പഴനി പോലെയാ. ഇതാണ് കേട്ടോ ഈ പഴനി പോലത്തെ അപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇനി എനിത്തിങ് എൽസ്? റൂം ടൂർ കഴിഞ്ഞോ? ഇനി നമ്മുടെ റൂം ഉണ്ടല്ലോ, അത് സെയിം അല്ലേ രണ്ടും? പക്ഷെ ഗുഡ് നൈറ്റ്. ദാറ്റ്സ് എനഫ്. കുഴപ്പമില്ല, നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ ബൈ ബൈ പറയും ഇപ്പോഴത്തേക്ക്. ചപ്പാത്തി. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകാൻ കേട്ടോ. ഡിന്നർ നമ്മൾ ഇവിടെ തന്നെയാണ് പറഞ്ഞത്, ഈ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഔട്ട്സൈഡ് ഫുഡ് അലൗഡും അല്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ പറഞ്ഞു. ആൻഡ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് പോണോ? ഒന്ന് പോണോ? നമുക്ക് ഇവിടെ കിടന്നാലോ? രാവിലെ പോവാം. സാറല്ലേ, രാവിലെ നടത്താവൂ. 7 മണിക്ക് ഞാൻ വിളി. എന്താട്ടാ ചേച്ചിയെ? അപ്പോൾ വ്യൂ ഉണ്ട് എന്നാണ് പറയണത് അവിടെ. അപ്പോൾ വ്യൂ കാണാൻ ചേട്ടൻ മടിച്ചിട്ടില്ല പറയുന്നത്. മടിക്കണതിന് റീസൺ നല്ല തണവ് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അതന്നെയാണ് റീസൺ. രാവിലെ എനിക്കില്ല എന്നാണ് പറയണത് കേട്ടോ. പക്ഷെ കാണാൻ നമുക്ക് എനിക്കില്ലേന്ന്. സാറില്ലേ ഏട്ടണ്ടാ? ഏട്ടണ്ടല്ലേ? അതെയാ? അപ്പൊ ചേട്ടല്ലോ? ഞാനുണ്ട്. നമ്മള് പോവും, നമ്മള് പൊരിക്കും. ഗുഡ് നൈറ്റ്.
ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. സോ ദിസ് ഇസ് അവർ ഡേ 2 അറ്റ് മൂന്നാർ. ആൻഡ് ഇന്നാണ് നമ്മൾ മൂന്നാർ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. അയ്യോ കോട കോട കരിഞ്ഞിട്ടൊന്നും അങ്ങനെതാ എണീക്കില്ല എന്ന് പറഞ്ഞവരൊക്കെ ഒരു 7-7:30 ഒക്കെ ആകുമ്പോൾ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നുന്നു 8:30 or 9 വരെയാണുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. സോ ഈ താഴെ കാണുന്നില്ലേ, നേരെ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ. ഞാൻ ഓരോരുത്തരെ അയ്യോ കാണിച്ചിട്ട് വെക്കോളൂ. ഈശ്വര, അഞ്ച് കർമ്മതര നോക്കൂ കുഞ്ഞു കുഞ്ഞു ആ പാട്ട് വെച്ചിട്ട് പോണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വ്യൂ കാണാൻ പോവാണ് കേട്ടോ. വ്യൂ കാണാൻ നമ്മൾ ഇവരുടെ പ്രോപ്പർട്ടി തന്നെയാണ് ഇത് കാടമൻ്റെ ഇടയിൽ കൂടി ആയിട്ട് നമ്മൾ നടക്കണേ. അപ്പോൾ അങ്ങനെ നടന്ന് ഒരു അന്ത്യം കാണുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഓക്കെ തിരിച്ച് നടക്കാം, കാരണം അത്യാവശ്യം നല്ല ക്ഷീണമായി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തീരുമാനമായി. ഇനിയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ എനർജി കാണിക്കാൻ പോണത്. കയറുണ്ണി കയറും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളുടെ എത്തുമ്പോഴേക്കും അയ്യോ. അപ്പോൾ വ്യൂ ആക്ച്വലി അതിന് വഴിയുണ്ട്, വേറെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ദിസ് വാസ് നൈസ് ആക്ച്വലി, ഇതിനിടയിൽ കൂടിയൊക്കെ നടന്നു പോകാൻ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എനിവേസ് ഞങ്ങൾ തിരിച്ചു നടന്നു കേട്ടോ. പിന്നെ ദാ റൂമിൻ്റെ അവിടെ വന്നപ്പോൾ ഞങ്ങൾ 2 കുഞ്ഞു കുട്ടികളിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി ആൻഡ് നമ്മുടെ മോർണിംഗ് ഫേഷ്യൽ എക്സസൈസസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ വേഗം ഗെറ്റ് റെഡി ആവാം എന്ന് വിചാരിച്ച് നമ്മളൊരു 9:30 കൂടി എന്താ പറയുക നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാനായിരുന്നു പ്ലാൻ. അപ്പം ഞങ്ങൾ വേഗം റെഡിയായി പിന്നെ ഇറങ്ങാനുള്ള പ്രിപ്പറേഷൻസിലേക്ക് എത്തിയിട്ടോ. നമ്മൾ നല്ല മാച്ചിങ്, അങ്ങനെ ഓൾമോസ്റ്റ് മാച്ചിങ് ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് ഇന്നൊരു വീഡിയോ എടുക്കൽ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെയാണ് നടന്നത്, നെക്സ്റ്റ് ഡേ ആണ് നടന്നത്. അതിനുവേണ്ടിയാണ് ഈ ഔട്ട്ഫിറ്റ് ഇട്ടത് കേട്ടോ, മാച്ചിങ് ഔട്ട്ഫിറ്റ് ഇട്ടത്. അങ്ങനെ നമ്മളിതാ റെഡിയായി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ചേട്ടനൊക്കെ കൊണ്ടുപോയി. പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളെടുത്ത് നമ്മൾ പോവാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ കയറ്റം കയറലാണ്. അപ്പോൾ കയറുമ്പോൾ ഇറങ്ങിയ പോലെ ആവില്ല, അവരവരുടെ ജീപ്പ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും, ഞാനും ചേച്ചിയും കുഞ്ഞും ജീപ്പിലും, ചേട്ടനും കൂടി നമ്മുടെ കാർ എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം കയറി, അതായത് ജീപ്പ് ആദ്യം കയറി. ഞാൻ വീഡിയോ എടുക്കാൻ ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് ഈ ഹൈറ്റിൻ്റെ പേടി കാരണം ഞാൻ പിന്നെ വീഡിയോ ഓഫ് ചെയ്തു. തൊട്ട് പിന്നിൽ ഇവരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവരും അങ്ങനെ കയറി വന്നു കേട്ടോ. ആദ്യം ആക്ച്വലി ഇവർ കയറി നേരെ ബാക്കിലേക്ക് പോയി. അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ പേടിച്ചു, ബിക്കോസ് ഇവർ സ്ലോ മോഷനിലാണ് കയറി വന്നത്. ആൻഡ് ദെൻ ഇവരൊറ്റ സ്ട്രെച്ചിൽ കയറി വന്നപ്പോൾ പിന്നെ നമ്മുടെ പിന്നിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു അവിടുന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത്. സോ ഇനി കാണാൻ പോകുന്നത് ഇതാണ് ഞങ്ങളെ കയറ്റം കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ഡേയിലെ ട്രാവലിംഗ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ പോകുന്നത് മൂന്നാർ വ്യൂ പോയിന്റിലോട്ടാണ്. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ അവിടുന്ന് വ്യൂ പോയിന്റിലോട്ട് ഒരു 12 to 13 kilometers ആണ് ദൂരമുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉള്ള റെയിൻ കോട്ടൊക്കെ വാങ്ങിക്കുകയാണ് അവിടെ ചേട്ടനും. കാരണം എന്താ വെച്ചാൽ കുഞ്ഞിനൊന്നും ഈ ക്ലൈമറ്റിൽ
അത്ര യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് എപ്പോഴാണ് എന്താ വരിക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മൂപ്പർക്ക് ഇടാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. മതി 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 കുഞ്ഞിനെ പിടിച്ച് കഴിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ വേറൊരു പ്രത്യേകത എല്ലായിടത്തും ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടാ പോസ്റ്റ് ഉണ്ടോ. അടുത്തതായിട്ട് നമ്മൾ പോണത് സൺ മൂൺ വാലി ബോട്ടിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് മാട്ടുപ്പെട്ടി ഡാമിൽ ബോട്ടിങ്ങിനാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ അവിടെ ആക്ച്വലി ഓപ്പണിംഗ് ടൈം ആവണേ ഉണ്ടായിരുന്നുള്ളൂ ബോട്ടിങ്ങിൻ്റെ. സോ ഞങ്ങൾ ആദ്യം ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് എന്താ പറയുക ബോട്ടിങ്ങിന് പോവാം എന്നുള്ള പ്ലാനിലേക്ക് എത്തിയിട്ടോ. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുക്കട്ടെ? അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് ആവണ വരെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കൗബോയ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കണ്ടു. അതായത് ഒരു എനിക്ക് തോന്നുന്നു കുഞ്ഞുവിന് പറ്റില്ല, കുഞ്ഞുവിന് 6 ഇയേഴ്സിന് താഴെയോ അങ്ങനെ എന്തോ ആണ് അവരവിടെ നമ്മൾ ചോദിച്ചപ്പോൾ അവരവിടെ പറഞ്ഞത്. ഓക്കെ, സോ വി ആർ വെയിറ്റിംഗ് ടു ഹാവ് ഫുഡ്. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോഴേക്കും അവിടെ ബോട്ടിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 5 പേർക്ക് സ്പീഡ് ബോട്ടിന് 5 ആളായിരുന്നു നമ്മൾ, ഇൻക്ലൂഡിങ് ചൈൽഡ്. 5 പേർക്ക് 1080 റുപ്പീസാണ് അവിടെ ആയത്, അതായത് ടിക്കറ്റ് കൗണ്ടറിലായത്. പക്ഷേ പിന്നെ നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ അണ്ണനോട് പറഞ്ഞിട്ട് നമ്മളതിനെ കുറച്ചും കൂടി, അവരൊരു ലിമിറ്റ് ഉണ്ട് അതുവരെ അവർ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് മുമ്പിലോട്ട് കൊണ്ടുപോകുക, കാരണം ആനകൾ കാട്ടുന്ന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്നുകൂടി അടുത്ത് കാണാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആൾ 200 റുപ്പീസ് അങ്ങനെ എന്തോ സംതിങ് എക്സ്ട്രാ തന്നാൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഈ ഓടണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചെറുതായിട്ട് മഴ വരുന്നുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ വേഗം ഓടിപ്പോയി മറ്റേ എന്താ പറയുക ജാക്കറ്റൊക്കെ ഇട്ട് കയറിയിരുന്നത് കേട്ടോ. മതി മതി സ്പീഡ് ബോട്ട് എക്സലൻ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിൽ പോണത്. ആൻഡ് കുഞ്ഞൂനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അവർ നാട്ടിൽ വരുമ്പോഴല്ലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞൊക്കെ ആർമാദിക്കായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ കാട്ടിൽ നിന്ന് ആനകൾ ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മൾ അവരെ കാണാൻ വേണ്ടി കുറച്ച് നേരം നിന്നു, എന്നിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ. അവിടെ നോക്കിയ ബ്ലൂ കളറ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു കയറാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ കാർ എടുക്കാൻ വേണ്ടി വേഗം പോയി. ചേട്ടൻ ഇതേനൊരു ഇടവഴി കൂടെ അങ്ങോട്ട് കയറിപ്പോയി. ആക്ച്വലി ഇത്തിരി വളയണം അല്ലെങ്കിൽ കയറണമെങ്കിൽ. അപ്പോൾ ചേട്ടൻ മോളിനിട്ട് ചേച്ചി പറയണം, അയ്യോ നമുക്ക് അതേ പോട്ടാ, നമുക്ക് ഇതേ തന്നെ പോവാമെന്ന്. കണ്ടില്ലേ ഒരു ഓറഞ്ച് കൂടിയിട്ട് പോണത്. നമുക്ക് വേണ്ട. പോട്ടെ വണ്ടികൾ പോട്ടെ തേയിലപ്പണിക്കാർ പോട്ടെ. അയ്യോ ഒരുത്തിനെ കാണാമല്ലോ. കം മിന്നുങ്ങേ പിന്നെ തിരഞ്ഞും. ഇങ്ങോട്ട് നോക്കിയ 3 ആളോ നല്ല രസമുണ്ട്. തന്നെ
കറക്റ്റ് വളവാണേ. അപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനാണ് എക്കോ പോയിന്റ്. നമ്മൾ എക്കോ പോയിന്റിലെത്തി ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവിടെ ആക്ച്വലി നമുക്ക് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് ദൂരെ കൊണ്ടുവിടണം, എസ്പെഷ്യലി സൺഡേ ആണല്ലോ നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് എക്കോ പോയിന്റിലെ എൻട്രി ടിക്കറ്റ് പെർ പേഴ്സൺ 10 രൂപ ആയിരുന്നു കേട്ടോ. ആക്ച്വലി മാട്ടുപ്പെട്ടി ഡാമിൽ നമുക്ക് എൻട്രി ടിക്കറ്റ് വേറെ ഉണ്ട്, അത് പെർ പേഴ്സൺ ഐ ഡോണ്ട് റിമെമ്പർ ആക്ച്വലി. എൻട്രി ടിക്കറ്റ് വേറെ ഉണ്ട്, ബോട്ടിംഗ് ടിക്കറ്റ് വേറെ, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ കാണാം കേട്ടോ. പോയവർക്കൊക്കെ അറിയുണ്ടാവും നമുക്ക് ഫോട്ടോസ് ഇത്ര ഫോട്ടോയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചു, കാരണം ഫോൺ ഉണ്ടല്ലോ, ഫോണിൽ എടുക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ വെറുതെ ഒരു രസം തോന്നി എല്ലാവരും എടുക്കണം കണ്ടപ്പോൾ. അവർ പോസസൊക്കെ പറഞ്ഞു തരും കേട്ടോ ഫോട്ടോഗ്രാഫേഴ്സ്. അയ്യോ ഞാൻ കളിയാക്കിയതല്ല, ബട്ട് സ്റ്റിൽ അവർ നമ്മുടെ പണ്ടത്തെ പോസുകളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി ഓൾമോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഡേയിലെ എന്താ പറയുക ലാസ്റ്റ് മൊമെൻറ്റ്സിലോട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ വട്ടവട പോകാം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട് വട്ടവട പോണ ഭാഗത്തല്ലായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അത് താഴെ ആയിരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേണ്ട എന്നാൽ മാറി ബുക്ക് ചെയ്യാം, വട്ടവടയ്ക്ക് തന്നെ പോകാം എന്നൊക്കെ പ്ലാൻ വെച്ചു. പക്ഷേ വട്ടവട എത്തുമ്പോഴേക്കും 6 മണി കഴിയുമായിരുന്നു. ഇത്തിരി ദൂരം ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ടൈം വട്ടവട പോവാം. ഇപ്പം നമ്മൾ ബുക്ക് ചെയ്ത ആ പ്രോപ്പർട്ടിയിലേട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ആനകളെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി കണ്ട് ആസ്വദിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സാറ്റർഡേ ആൻഡ് സൺഡേ ഈവനിങ് വരെയുള്ള ഞങ്ങളുടെ മൂന്നാർ എക്സ്പീരിയൻസ്. ആൻഡ് ഇനി നമ്മൾ നൈറ്റ് ഈവനിങ് ഞങ്ങൾ പോയി സ്റ്റേ ചെയ്യുന്ന ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പോകുന്ന സ്ഥലത്തൊന്നും കാണിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ വിൽ ബി അപ്ലോഡിങ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ and I think you guys will be excited for the next video. Keep waiting, ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. And one more thing, if you guys love this, let me know your experience in my comments. So yes, that's it. Have a great day. Bye bye.